ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബറാത്ത് സ്പെഷ്യലായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു പാൽവഴക്കയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം. ആദ്യം നമുക്കൊരു പാത്രം വെച്ച് ഇതിലേക്ക് ഒരു അരക്കപ്പോളം ചവ്വരി അഥവാ സാബുനരി ഇത് നല്ലതുപോലെ ഒന്ന് കഴുകിയതിന് ശേഷം നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് നല്ലതുപോലെ തിളച്ച് ചവ്വരിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം ഒരു പാൻ വെച്ച് ചൂടായതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. ഗീ മെൽറ്റായി വന്നാൽ ഇതിലേക്ക് കുറച്ച് കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. കാഷ്നട്ടും കിസ്മിസൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കാഷ്നട്ട് ഇട്ട് ഒന്ന് കളർ ചേഞ്ചായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് കുറച്ച് കിസ്മിസും കൂടി ഇട്ട് കൊടുക്കാം. കിസ്മിസും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും ഇത് പാനിൽ നിന്ന് മാറ്റാം. ഇനി ഈ സെയിം പാനിലേക്ക് തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2 നേന്ത്രപ്പഴമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. അത്യാവശ്യം പഴുത്ത പഴം എടുക്കുന്നതാണ് ഇത് ഏറ്റവും നല്ലത്. ഒരു 2-3 മിനിറ്റ് വഴറ്റിയെടുത്താൽ മതി, വല്ലാണ്ട് അങ്ങ് വാടിപ്പോവണ്ട. ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് വേറൊരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. പശുവും പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി 2 സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത് തേങ്ങാപ്പാലിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. ട്രഡീഷണൽ മെത്തേഡിൽ തയ്യാറാക്കുന്നത് പശുവും പാലിലാണ്. നല്ല ടേസ്റ്റ് പശുവും പാലിൽ തയ്യാറാക്കുമ്പോഴാണ്. പാല് നല്ലതുപോലെ ചൂടായി ഒന്ന് തിള വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ അല്ലെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ആ ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഇത് നല്ലതുപോലെ തിളച്ച് ആ നേന്ത്രപ്പഴം ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കൂവപ്പൊടി പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് പാലും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൂവപ്പൊടി ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരി അഥവാ സാബുനരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചവ്വരിയും കൂടെ ചേർത്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് കുറുകി നേന്ത്രപ്പഴമൊക്കെ ഒന്ന് വെന്ത് വരണം. ഇനി ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇതൊന്ന് കുറുകി വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒന്ന് കുറുകി കിട്ടണം. ഇത് നല്ലതുപോലെ കുറുകി പോകണ്ട, സ്പൂണ് കൊണ്ട് കോരി കുടിക്കാൻ പറ്റിയൊരു പരുവത്തിൽ നമ്മളിതൊന്ന് കുറുക്കിയെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ടും കിസ്മിസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് 1/4 ടീസ്പൂണോളം ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിന് ചൂടാറി വരുമ്പോഴത്തേക്ക് ഒന്നും കൂടെ ഒന്ന് കുറുകി വരും. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ അതാ നമ്മുടെ പാൽവഴക്ക തണുത്ത് ഒന്നും കൂടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു പാൽവഴക്ക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.